ചീസ് വേണം. എടാ മോമാലി, നീ ആവശ്യമില്ലാത്ത ഒന്നും എടുത്ത് കൊടുക്കണ്ട, അതൊക്കെ ഞമ്മൾ എടുത്ത് കൊടുത്തോളാം. നീ പോയിട്ട് കടുപ്പില്ലാണ്ട് വെള്ളം ഒഴിക്കാണ്ട് ഒരു ചായ വാങ്ങിച്ചോണ്ട് വാ. ബരി മദാമ ബരി, ഞമ്മൾ എടുത്തു തരാ. വാ. ചെറുതോ വലുതോ? ചെറുത്. അത്രയ്ക്ക് ചെറുതൊന്നും അല്ല. ആ ചെറിയ ടിന്നെടുക്കും. ആ എടുത്തു. ഇതെല്ലാം ചീസാണ്. ഇഷ്ടമുള്ള കാര്യക്ക് ശരി, തൊട്ട് കളിക്കരുത്. അങ്ങനെ ഗറിക്കാതെ മദാമേ. പൈസ മമ്മി തരും. ആ പൈസ നമ്മൾ ചോദിച്ചില്ലല്ലോ. പൈസ എപ്പോഴെങ്കിലും തന്നാ മതി, പക്ഷേ എപ്പോഴെങ്കിലും തരണം. യു ബ്ലഡി സ്കൗണ്ടർ. ആ ഇംഗ്ലീഷിൽ പറഞ്ഞത് നമുക്ക് മനസ്സിലായി. ആരെങ്കിലും കാണുമെന്നല്ലേ? ആരും കാണൂല. അനാവശ്യം പറയരുത്. അത്രയ്ക്ക് ഗൗരവത്തിലാണ്. എന്നാ മദാമ അങ്ങ് പോയാട്ടെ. ചക്കാത്തിന് സാമാനം മേടിക്കാൻ വന്നത് പോരാ, രൂപ 500 ചില്ലാനും തരാനുണ്ട്. ജൂലി 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 മദാമേ, ജൂലി മദാമേ, ജൂലി മദാമേ. എന്നാ ഇനി വല്ലതും വേണം? ഞമ്മള് പറ്റില്ല എഴുതിക്കോളാം. ഇനി വല്ലതും വേണം? വേണ്ട. ചായ ചായലട കഞ്ഞി നീ തന്നെ കേറ്റിക്കോ. ജൂലി, എന്താ മുഖത്തൊരു വല്ലായ്മ? ഒന്നുമില്ല. കമോൺ ജൂലി, കമോൺ. സ്റ്റോപ്പ് ഇറ്റ് റിച്ചർഡ്. ഓ, ഇന്നൽപ്പം ഗൗരവത്തിലാണല്ലോ. താങ്ക് യു റിച്ചി. ഗുഡ് നൈറ്റ് ജൂലി. ഗുഡ് നൈറ്റ്. ഫോറിനാണ്, ബോട്ടിൽ മാത്രം ഇന്ത്യൻ ആണെന്നേ ഉള്ളൂ. ഫോറിൻ വിസ്കിയിൽ ഇന്ത്യൻ വാട്ടർ. എന്റെ ഡാഡിക്ക് ബിസ്ലറി വേണമെന്ന് വലിയ നിർബന്ധമാണ്. വാട്ട് ടു ഡു? പൂർ ഇന്ത്യൻസ്. ഐ ആം സോറി. നെവർ മൈൻഡ്. എക്സ്ക്യൂസ് മീ. ജൂലി, കിട്ടിയോ? കിട്ടി. താങ്ക്സ്. നീ വേഗം റെഡിയായി ഹാളിലേക്ക് വാ. എന്തിനെ? നിനക്ക് മാനേഴ്സ് അറിഞ്ഞൂടെ? കം ഓൺ ക്വിക്ക്. എക്സ്ക്യൂസ് മീ. ഇതെന്റെ മകൻ ഡൽഹിയിൽ നിന്ന് അയച്ചു തന്നാണ്. അവനോട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഞങ്ങൾ ജിമ്മി ജിമ്മിന്ന് വിളിക്കുകയാണെങ്കിലും അവന്റെ പേര് മാക് വിൽസൺ എന്നാണ്. എന്റെ ഡാഡിയുടെ പേരാണ്. എന്റെ ഡാഡി തനി പോർച്ചുഗീസ് ആണ്. അമ്മാരായിരുന്നു. ഓ, അമ്മമാരെ പറ്റിയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. മിസ്റ്റർ പിള്ളേ, എന്റെ ഡാഡി പ്യൂർ ബ്രിട്ടീഷായിരുന്നു. റോയൽ ആർമി ക്യാപ്റ്റൻ. വാർഫ്രണ്ടിൽ വെച്ച് മരിച്ചു. ഇപ്പോൾ നിങ്ങളുടെ രാജ്യത്തെ ആംഗ്ലോ ഇന്ത്യൻസിന് ഒരു സ്ഥാനവും ഇല്ലാതായി മിസ്റ്റർ പിള്ളേ. ഈ രാജ്യം നിങ്ങളുടെയുമാണ്. നോ 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 നോ. സൗകര്യം കിട്ടിയാൽ ഞാനും എന്റെ കുടുംബവും ഇംഗ്ലണ്ടിലേക്ക് പോകും. എന്റെ ഡാഡിയുടെ ബ്രദേഴ്സ് മുഴുവൻ അവിടെയാണ്. ഇംഗ്ലീഷുകാർ ഈ നാട് വിട്ടതോടുകൂടി ഞങ്ങളുടെ സ്ഥാനം അങ്ങ് പോയില്ലേ. അന്നെല്ലാം ജോലിക്ക് ഒരു വിഷമവും ഇല്ലായിരുന്നു. ഇന്ന് ഞങ്ങൾ ആര് നോക്കാനാ? ജോലി, put some lipstick, Julie. No, a little please. വേണ്ട. I will go to UK, definitely. Good evening, my child. She is my daughter, Julie. Hello. He is Mr. Pillai, managing director of a big company. ജോലി പഠിക്കുന്നില്ലേ? Yes. വേഗം പാസ്സായിട്ട് വരും. നിനക്ക് ഞാനൊരു ജോലി തരാം. Thank you. Oh, fast passenger. സമയം പോയത് അറിഞ്ഞില്ല. മോളെ പോയി ഡിന്നർ അറേഞ്ച് ചെയ്യ. ഓക്കെ മാം. എക്സ്ക്യൂസ് മീ, നമുക്ക് ഗ്ലാസ് ഫിനിഷ് ചെയ്യാം. ഓക്കെ, to the bottom.
അതെ, ജോലി കഴിഞ്ഞ് ക്ഷീണം കൊണ്ട് കുടിച്ചു പോയതാ മോളെ. പിന്നെ ജോലിക്ക് പോകുമ്പോഴും കുടിക്കും. അത് ജോലിക്ക് പോകാനുള്ള ഉത്സാഹം കൊണ്ട് കുടിക്കുന്ന മോളെ. മമ്മി എവിടെ? മമ്മി ബാത്റൂമിലുണ്ട്. രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇങ്ങനെ കുടിച്ചു കുടിച്ച് കുടുംബം തെണ്ട്. ഒരു ദിവസം ഇഞ്ചിനും വണ്ടിയും എല്ലാം കൂടെ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കേ ഉള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അത്യാഹിതം സംഭവിക്കാതിരിക്കാൻ സിഗ്നൽ മാൻ കുടിക്കാതിരുന്നാ മതി. ജോലി, ഞാൻ റെയിൽവേ യാർഡിൽ കൂടെ നടന്നു വരുമ്പോ പ്രാകൃതനായ ഒരു ബെഗറിനെ കണ്ടു. സിഗരറ്റ്. അവൻ പറഞ്ഞു ഞാൻ സിഗരറ്റ് വലിക്കില്ല. ഞാൻ അവനോട് പറഞ്ഞു എന്റെ കൂടെ വന്നാൽ 2 പെഗ് ബിസ്കി ഇടാന്ന്. അപ്പൊ അവൻ പറഞ്ഞു ബിസ്കി കുടിക്കില്ല, എന്നാൽ നമുക്ക് ചീട്ട് കളിക്കാൻ നിനക്ക് പണം കിട്ടുമല്ലോ എന്നായി. അപ്പൊ അവൻ പറഞ്ഞു ചീട്ട് കളിക്കില്ല, എനിക്ക് യാതൊരു ദുസ്വഭാവമില്ലെന്ന്. അവനെ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. സിഗരറ്റും വലിക്കില്ല, ചായയും കുടിക്കില്ല, പെണ്ണും പിടിക്കില്ല, ചീട്ടും കളിക്കില്ല. അങ്ങനെയുള്ള ഒരുത്തന്റെ കോള എന്റെ ഡാലിക്കൊന്ന് കാണണം. ജൂലി, ഇന്ന് കോളേജ് പോട്ടെ. ഇക്കൊല്ലം ഫസ്റ്റ് ക്ലാസ് പാസ്സായാൽ ഐ വിൽ ഗിവ് യു എ ബ്യൂട്ടിഫുൾ ഫസ്റ്റ് ക്ലാസ്. Really? എന്താ വേണ്ടിയതല്ല? സാമ്പ്രാണി തിരിയാണ് മമ്മി ഉഷയോട് വാങ്ങിയതാ. ആ ഇന്ത്യൻ ഗേളുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ട് കാണിക്കുന്ന വൃത്തികളാണ് ഇതല്ല അല്ലേ? കത്തിച്ചു വെക്കാം. ഓ മൈ ഡിയർ, രാവിലെ തന്നെ കുടിക്കാൻ തുടങ്ങി അല്ലേ? ഇന്ന് ഫ്രണ്ട്സ് എല്ലാം വരുന്ന ദിവസമല്ലേ? I'm not happy on this Christmas day. അച്ഛൻ പറഞ്ഞത് ശരിയല്ല. No, it's absolutely wrong. എന്തുകൊണ്ട് നൊന്നോ? നിന്റെ വാദഗതിയെ ശരിയല്ല. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മെറി ക്രിസ്മസ് ജൂലി. താങ്ക് യു. മോർണിംഗ് സെഷൻ. Morning, Merry Christmas. താങ്ക് യു. ഉഷേ, അച്ഛാ ദേ ഇത് എന്തൊക്കെയായി കൊണ്ടുവന്നിരിക്കുന്നു. മെറി ക്രിസ്മസ് ടു യു. താങ്ക് യു. ജൂലി, ജൂലി, ജൂലി. Come on. Please sit down. ഞങ്ങൾ അച്ഛനും മകനും കൂടെ വലിയൊരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കും. യു ബി ദ മീഡിയേറ്റർ. പിന്നെ ഇവൻ കൽക്കട്ടയിൽ പോയി കുറച്ചു നാൾ താമസിച്ചതിന് ശേഷം വലിയ നിരീശ്വരവാദിയായി തീർന്നു. അവനൊന്ന് തോൽപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അച്ഛാ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ വരുന്നു. ജോലി പോലെ ഞാനിപ്പോ വരാം. എന്ന് തിരിച്ചു പോകും. എന്ന് വേണമെങ്കിൽ പോയേക്കാം. എനിക്ക് വേണ്ടി പോകണ്ട. ജോലിക്ക് വേണ്ടി ഞാൻ പോകാതിരിക്കണം. ക്രിസ്മസ് നൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നില്ലേ? പോകും. ഞാൻ ഉഷയും കൂടെ വരുന്നുണ്ട്. നീ ഇത്ര ഇടുങ്ങിയ മനസ്ഥിതിക്കാരി ആവരുത്. എനിക്ക് ഇടുങ്ങിയ മനസ്സിലും ഒന്നുമില്ല. ചട്ടക്കാരുണ്ടാക്കിയ പലഹാരത്തിലേ പന്നിയുടെ കൊഴുപ്പും മുട്ടയും എല്ലാം കാണും. അത് ഇവിടുത്തെ അടുക്കള കേറ്റാൻ പറ്റില്ല. നിന്റെ അടുക്കള എന്താ അമ്പലാണോ? ആ, എന്റെ അടുക്കള ശുദ്ധവും വൃത്തിയൊക്കെ ഉള്ളത് തന്നെയാ. ജോലി നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുവന്നത് വലിച്ചു കളയല്ലേ അമ്മേ? ഇറച്ചി മീന് ഈ വീട്ടിൽ കേറ്റാൻ പറ്റില്ലെന്നേ. നീ കേട്ടണ്ട. അതുകൊണ്ടെന്നേ നീ ഇതേ നിന്റെ മുറിയിൽ കൊണ്ടുവച്ചോ. നല്ല പന്നിയതിന്റെ സ്വാദ്. വേണമെങ്കിൽ നീ എടുത്ത് തിന്നോ. ദേ തിന്നുന്നതൊക്കെ കൊള്ളാം. കുളിക്കാണ്ട് പൂജാമുറിയിലേക്ക് കയറണ്ട. ജൂലിയുടെ ക്രിസ്മസ് സമ്മാനം. ഇതിവിടെ കൊണ്ടുവരാൻ വേണ്ടി മുട്ട ചേർക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മുട്ട ചേർത്തെങ്കിൽ നന്നായിരിക്കുമായിരുന്നു. ആ, ആന്റി ഉഷയൊന്നും മത്സ്യമാംസം കഴിക്കാറില്ലല്ലോ. ഈ ശശിച്ചേട്ടന്റെ ഇറച്ചി മീനും ഒക്കെ തിന്നും. ആ, വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മട്ടൺ മാത്രം ഞാനും കഴിക്കാറുണ്ട്. കൽക്കട്ടയിൽ ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുന്ന് പാമ്പിന് ഇറച്ചി ഞാൻ നിന്റെ അമ്മ കേൾക്കണ്ടത്. അവൾക്ക് ഭ്രാന്ത് പിടിക്കും. സർപ്പപൂജ നടത്തുന്നവളാണ്. ഓക്കെ അങ്കിൾ, ഞാൻ പോട്ടെ. ഹലോ ജൂലി, ഇന്ന് ക്രിസ്മസ് അല്ലേ? ഐ തിങ്ക് യുവർ ഡാഡി വിൽ ബി ഇൻ ഫുഡ് ഫോം ടുഡേ. എത്ര രൂപയായി? രാവിലെ തുടങ്ങിയതേ ഉള്ളൂ. അങ്കിൾ, ഡാഡിയെ ഗുണദോഷിക്കാമെന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഒരു ദിവസം വന്ന് ഗുണദോഷിക്കാം. ബൈ ശശി. Bye. Your father is really great, Usha. മൈ ബ്രദർ.
Come on, Annie. Hi, Georgie. Hello. Hi. Hi. റിച്ചി ജൂലി റെഡി ആയില്ലേ? വേഗമാകട്ടെ. റിച്ചി പോയിക്കോളൂ. ജൂലി. കണ്ടോ, എനിക്ക് വരാൻ സമയമാകും. ജൂലി എന്റെ കൂടെ വരുന്നില്ലേ? ഐ എം സോറി റിച്ചി, ഡാഡിയുടെ കൂടെ വരുന്നുള്ളൂ. പ്ലീസ് ക്യാരി ഓൺ. How are you? Long time. Hello. Hello, Miss Pankajan. How are you? Come on. Hello. Come. Hello, Miss Pillai. Good evening. Come on, come on. Come on. Daddy, please, Daddy. Miss Morris. Morris. Hello. Hello, Miss Morris. Hello. Come on. Come on, please. Hello. Hi, Julie. What are you doing here? ഓ nothing. Then come on. എന്ത് പറ്റി? വിട് റിച്ചി, വല്ലവർ കാണും. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയും. എനിക്കൊന്നും പറയാൻ. പിന്നെന്തായി മട്ട്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? റിച്ചി, എന്നെ സലി ചെയ്തെടുക്കും. All right. ഓ ദൈവമേ, കുട്ടിയാന. ശേഷി